നമസ്കാരം, ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ്, അതായത് PMFME സ്കീം പ്രകാരം ലോൺ എടുത്ത് സംരംഭം ആരംഭിച്ച് വിജയകരമായി മുന്നോട്ട് പോകുന്ന കുറച്ച് യൂണിറ്റുകളെയാണ്. നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുർവി സ്പൈസസ് എന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിനെയാണ്. SBIയിൽ നിന്ന് വിരമിച്ച ഉടനെ സംരംഭം ആരംഭിച്ച ശശിലേഖ മേഡമാണ് കുർവി സ്പൈസസിന്റെ സാരഥി. ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മേഡം ജില്ലാ വ്യവസായ കേന്ദ്രത്തെ സമീപിക്കുകയും ഈ സ്കീം പ്രകാരം, പദ്ധതി പ്രകാരം സബ്സിഡിയോടുകൂടി 5 ലക്ഷം രൂപ വായ്പ ഉടനടി ലഭ്യമാവുകയും സ്റ്റേറ്റ് ബാങ്കിൽ നിന്നാണ് മേഡം വായ്പ എടുത്തത്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് നൽകിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ചീഫ് മാനേജറാണ്. ഒരു സംരംഭം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വളരെ കാലമായി ഞാൻ സൂക്ഷിച്ചിരുന്ന ഒന്നാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത ഉടനെ തന്നെ ഞാൻ വ്യവസായ വകുപ്പിൽ എനിക്ക് DRP ആയ ഒരു രമേശിൻ്റെ നമ്പർ കിട്ടി. അദ്ദേഹമാണ് ഇത് റിയലൈസ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ഒരു ചുരുങ്ങിയ കാലയളവിൽ എനിക്കത് സാധിച്ചു. PMFME എന്നുള്ള സ്കീമിനെ കുറിച്ച് എനിക്ക് നല്ലപോലെ അറിയാമെന്നുള്ളതായിരുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. PMFME എന്തുകൊണ്ടും വളരെ ഗുണകരമായ ഒരു പദ്ധതിയാണ്. PMFME ആദ്യമായി തുടങ്ങുന്ന ആളെന്ന നിലയിൽ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് തോന്നിയ ഒരു സ്കീമാണ്. അതുപോലെ 40%ഓളം സബ്സിഡിയും കിട്ടിയിരുന്നു. കൃത്യമായി അടച്ചു തീർക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പദ്ധതി തന്നെ എന്ന് തന്നെ പറയണം. ഞാൻ 5 ലക്ഷം രൂപയാണ് എടുത്തത്. എനിക്കൊരു 2.9ഓളം സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ലോണ് തീരാറുമായി. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. ഒരു സംരംഭം നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവും അതിനുള്ള ഒരു ചെറിയ പ്രായോഗിക പരിജ്ഞാനം മാത്രമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്. അതുമാത്രമല്ല, ചെറിയ പ്രായോഗിക പരിജ്ഞാനം ഇല്ലെങ്കിൽ കൂടി വ്യവസായ കേന്ദ്രം 15 ദിവസത്തെ EDP ട്രെയിനിങ് നടത്തുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉദ്യോഗസ്ഥരുണ്ട്. അവരുമായി സംസാരിച്ചതിന് ശേഷം എങ്ങനെയാണ് സംരംഭം തുടങ്ങാനുള്ളത്, അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സ്പൈസസിൻ്റെ പ്രോഡക്ട്സ് വളരെ വൃത്തിയായി ക്ലീൻ ചെയ്ത് നമ്മൾ ഡ്രയറിലൊക്കെ ഉണക്കി പൊടിച്ച് ക്ലെൻലിനെസ് ഉള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് പാക്ക് ചെയ്ത് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. ഈവൻ ഒരു ഷോപ്പിൻ്റെ ഷെൽഫിൽ പോലും അത് പോകുന്നില്ല, ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് പോവുകയാണ്. അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ പോസ്റ്റ് തന്നെയാണ്. ഓൾ ഇന്ത്യയിൽ എല്ലായിടവും ഞങ്ങളുടെ പ്രോഡക്ട്സ് എത്തുന്നുണ്ട്. ഓൺലൈനാണ് കൂടുതലും. PMFME സ്കീം പ്രകാരം വായ്പ എടുക്കുന്നതിന് വളരെ പരിമിതമായ ഡോക്യുമെൻറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ആധാർ കാർഡ്, ഒരു പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ഉദ്യം രജിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ എന്തൊക്കെയാണ് മെഷീനറീസ് മേടിക്കേണ്ടത് അതിൻ്റെ ഒരു കൊട്ടേഷൻ. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു സംരംഭത്തിന് വേണ്ട വിവിധ ലൈസൻസുകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് KSwift പോർട്ടൽ വഴി ഒരു ഏകജാലക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുവഴി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്ന ആളുടെ ഡിക്ലറേഷൻ മാത്രം കൊടുത്താൽ മതി. അതായത് ഗവൺമെൻറ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡ പ്രകാരം മാത്രമേ ഞാൻ സംരംഭം ആരംഭിക്കത്തുള്ളൂ എന്നുള്ളൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണെങ്കിൽ 3 വർഷത്തേക്കുള്ള ലൈസൻസ് ആ നിമിഷം തന്നെ ഓൺലൈനായിട്ട് ലഭ്യമാകുന്ന വിധത്തിലാണ് KSwift രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. PMFME സ്കീം പ്രകാരം ലഭിക്കാവുന്ന പരമാവധി സബ്സിഡി തുക 10 ലക്ഷമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. മിനിമം 3 ഇയേഴ്സ്, മാക്സിമം 10 വർഷം വരെ ഇതിൻ്റെ തിരിച്ചടവിൻ്റെ കാലാവധി സംരംഭകൻ്റെ ലോൺ എമൗണ്ട് അനുസരിച്ച് നമുക്ക് നിശ്ചയിക്കാവുന്നതാണ്. മിനിമം എന്ന് പറയുന്നത് 3 വർഷം, അതുപോലെ മാക്സിമം പീരീഡ് 10 ഇയേഴ്സ് ആണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സിലാണ് എൻ്റെ സംരംഭത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് ഞാൻ മില്ലറ്റ്സിന് തന്നെയാണ് ഊന്നൽ കൊടുത്തത്. നമ്മുടെ സാധാരണ അടുക്കളയിൽ ഉള്ള ദോശ, ഇഡ്ഡലി, പുട്ട്,
ഉപ്പുമാവ് ഇങ്ങനെയുള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെയും പൊടികളാണ് ഞങ്ങൾ പ്രധാനമായും ഉണ്ടാക്കുന്നത്. ഭക്ഷ്യ സംസ്കരണമായി, അതായത് പാക്ക് ചെയ്ത് ഷെൽഫ് ലൈഫോട് കൂടി വിൽക്കുന്ന എല്ലാ ഫുഡ് പ്രോഡക്ട്സും ഈ PMFME സ്കീമിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഉദാഹരണത്തിന് ഫ്ലോർ മില്ല്, ഓയിൽ മിൽ, പിക്കിൾ യൂണിറ്റ്, ഹോം ബേസ്ഡ് ആയിട്ടുള്ള പിക്കിൾ യൂണിറ്റ്, ഹോം ബേസ്ഡ് ആയിട്ടുള്ള ബേക്കറി പ്രോഡക്ട്സ് നിർമ്മിക്കുന്ന യൂണിറ്റുകൾ, അതുപോലെ തന്നെ ഹാഫ് കുക്ക് ചപ്പാത്തി യൂണിറ്റ്, ഇഡലി ദോശ ബാറ്റർ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ, അങ്ങനെ എല്ലാ പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസും നമുക്ക് ഈ PMFME സ്കീമിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എൻ്റെ ഇവിടുത്തെ മെയിൻ പ്രോഡക്റ്റ്സ് എല്ലാം കേരള ഗ്രോ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് അതിലൊന്നാണ്. ഇഡ്ഡലി പൊടിയാണ്. കേരളയുടെ 14 ഡിസ്ട്രിക്ട്സിലും നമ്മുടെ പ്രോഡക്ട്സ് ലഭ്യമാണ്. കേരള ഗ്രോ ബ്രാൻഡ് ചെയ്ത് കാരണം എനിക്ക് മാർക്കറ്റിങ്ങിന് വളരെ ഈസിയായി. 14 ഡിസ്ട്രിക്ട്സിലും ഞങ്ങൾക്ക് കൊടുക്കാം. അവിടെ എല്ലാം ലഭ്യമാണ്. എല്ലാ സംരംഭകർക്കും ഹാൻഡ് ഹോൾഡ് സപ്പോർട്ടാണ് ഈ സ്കീം പ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ളത്. ലോണ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ബാക്കിയുള്ള ലൈസൻസ് എടുക്കുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അത് കൂടാതെ തന്നെ ഇവരെ മാർക്കറ്റിംഗ് സപ്പോർട്ട്, പിന്നെ 3 വർഷത്തോളം ഇവരുടെ യൂണിറ്റിനെ എല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിൽ വാച്ച് ചെയ്യുന്നതാണ്. അവരുടെ സംരംഭകർ എങ്ങനെ മുന്നോട്ട് പോകുന്നു, മാർക്കറ്റിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ, അതിനുള്ള സൊല്യൂഷൻസ്, ഇതെല്ലാ കാര്യങ്ങളും വ്യവസായ കേന്ദ്രം മുഖേന ഇവർക്ക് സാധിച്ചു കൊടുക്കുന്നു. PMFME പദ്ധതി ഒരു തരത്തിലും ഒരു പ്രയാസവും ഉള്ളതല്ല. ഒരു ചെറിയ ആശയമുണ്ടെങ്കിൽ അതിന് നമുക്ക് PMFMEയിലൂടെ വലുതാക്കി അതൊരു വലിയ സംരംഭമാക്കി മാറ്റാൻ സാധിക്കും. (2020-21) സാമ്പത്തിക വർഷമാണ് നമ്മുടെ ഈ PMFME സ്കീം നിലയിൽ വന്നത്. ഈ പദ്ധതി പ്രകാരം ഇന്ത്യ ഒട്ടാകെ 2 ലക്ഷം യൂണിറ്റുകൾ ആരംഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ PMFME പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ തന്നെ ഈ സ്കീം പ്രകാരം 1,50,000-ഓളം യൂണിറ്റുകൾ ഇന്ത്യ ആകമാനം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്കീമിൻ്റെ നടത്തിപ്പിൽ ഈ വർഷം കേരളം 1ാം സ്ഥാനത്താണ്. ഇതിൻ്റെ വിജയം കൊണ്ട് തന്നെ കൂടുതൽ അപേക്ഷകർ ഇതിലോട്ട് ഈ PMFME സ്കീം പ്രകാരം ലോൺ എടുക്കുന്നതിന് മുന്നോട്ട് വരുന്നുണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് PMFME സ്കീം പ്രകാരം ലോൺ എടുത്ത് സംരംഭം ആരംഭിച്ച നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെടുമങ്ങാട് ടൗൺ ഹാളിലുള്ള മോർണിംഗ് സ്റ്റാർ എൻ്റർപ്രൈസസ് എന്നുള്ള യൂണിറ്റിനെയാണ്. ഞാൻ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെയാണ് ഈ സംരംഭം തുടങ്ങിയത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടാണ് തുടങ്ങിയത്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, കൂവപ്പൊടി, മരിച്ചീനിപ്പൊടി, ചക്കപ്പൊടി, അങ്ങനെ ചക്കപ്പുട്ടുപൊടി, മരിച്ചീനി പുട്ടുപൊടി, മരിച്ചീനി പപ്പടം, അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം ആവശ്യക്കാർക്ക് അവരാവശ്യപ്പെടുന്നതനുസരിച്ച് എത്തിച്ചു കൊടുക്കാറുണ്ട്. ഈ യൂണിറ്റിൽ പ്രധാനമായി 2 തരത്തിലാണ് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ നാടൻ മെത്തേഡിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, വേറൊന്ന് സ്ക്രൂ പ്രസ് എക്സ്പെല്ലറാണിത്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ചൂടാകത്തില്ല. മാക്സിമം ഇതിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം തികച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുന്നതിന് നമുക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. സ്ക്രൂ പ്രസ്സും അതുപോലെ തന്നെ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ്, പക്ഷേ ഇതിൽ 60 മുതൽ 70 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ടാകാറുണ്ട്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതിന് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. കാരണം ഇതിന് മോയ്സ്ചർ കണ്ടൻറ്റ്, ടെമ്പറേച്ചർ കൂടുന്നില്ല, മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായത് കാരണം അതിന് 1 മാസം, മാക്സിമം 1-2 മാസം വരെ മാത്രമേ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടത്തുള്ളൂ. അതേസമയം ഈ എസ്പെറിലുള്ള വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് 3 to 4 months വരെ ഷെൽഫ് ലൈഫ് കിട്ടും. PMFME സ്കീം പ്രകാരം എനിക്ക് ലോൺ കിട്ടിയത് വളരെയധികം ഉപകാരപ്രദമായി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ സംരംഭം തുടങ്ങാൻ വേണ്ടി വേറെ ഈടുകളൊന്നും കൊടുക്കാനില്ലായിരുന്നു.
എന്നിരുന്നാലും എനിക്ക് എൻ്റെ ആധാർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തപ്പോൾ എനിക്ക് ഈ സംരംഭം തുടങ്ങാനുള്ള തുക കിട്ടി. പെട്ടെന്ന് തന്നെ ഗ്രാമീൺ ബാങ്കിൽ നിന്നാണ് എനിക്ക് ലോൺ കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ലോൺ സാങ്ഷനാക്കി തന്നു. വ്യവസായ വകുപ്പുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ പ്രോജക്റ്റ് തയ്യാറാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. ₹10 ലക്ഷം ലോൺ എടുത്തുകൊണ്ടാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തെ സമീപിക്കുകയും വളരെ എളുപ്പം തന്നെ സംരംഭകന് ഈ കാനറ ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ച് കിട്ടുകയും ചെയ്തു. സ്കീം പ്രകാരം 35% സബ്സിഡി ആണെങ്കിലും ഈ സംരംഭകന് ഏകദേശം ₹5 ലക്ഷം സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. കാരണം ₹10 ലക്ഷം ലോൺ എമൗണ്ടും അതുകൂടാതെ ഏകദേശം ഒരു ₹5 ലക്ഷം ഇലക്ട്രിഫിക്കേഷൻ, ബാക്കിയുള്ള കാര്യങ്ങൾ, യൂണിറ്റിലുള്ള സ്റ്റാൻഡ്, ടേബിൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ₹5 ലക്ഷം സംരംഭകൻ്റെ വിഹിതമായി വിനിയോഗിച്ചു. ഈ രണ്ട് തുകയ്ക്ക് ഉൾപ്പെടുന്ന ₹15 ലക്ഷം 35% സംരംഭകന് സബ്സിഡിയായി ലഭിച്ചു. മാത്രമല്ല അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി ഈ സംരംഭത്തിനെടുത്ത ലോണിൻ്റെ തുകയ്ക്ക് വെറും 6% മാത്രമാണ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നത്. അതായത് 6% ഇൻട്രസ്റ്റിൽ ₹10 ലക്ഷം ലോൺ എടുത്തു. വളരെ എളുപ്പത്തിൽ സംരംഭം തുടങ്ങാൻ ഈ സംരംഭത്തിന് സാധിച്ചു. ഒരു വ്യവസായം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഈ നെടുമങ്ങാട് ടൗൺ ഹാളിൽ തന്നെ 2 യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് ഓയിൽ ആൻഡ് ഫ്ലോർ മില്ല്, അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യവസ്തുക്കളായ ചക്ക, കപ്പ, അതുപോലെ ഏത്തയ്ക്ക, ഇതെല്ലാം ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന തൃശ്ശിക ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ള ഒരു യൂണിറ്റ് കൂടി ഇതിനോടൊപ്പം തന്നെ പ്രവർത്തിച്ചു വരുന്നു. അവരും ഇതേ സ്കീം പ്രകാരം സബ്സിഡി ആനുകൂല്യം ലഭിച്ചുകൊണ്ട് സംരംഭം ആരംഭിച്ച വ്യക്തിയാണ്. വിൽപ്പനയാണ് ഏറ്റവും പ്രധാനമുള്ളത്. നമ്മൾ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് പ്രയോജനമില്ല. അപ്പം നമ്മൾ വിൽക്കാനുള്ള സംഭവം കൂടെ നമ്മൾ ആലോചിച്ച് അതിനുള്ള തീരുമാനം എടുത്തതിന് ശേഷം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വിജയം തന്നെയാണ്. മേളകൾ, വ്യവസായ വകുപ്പിൻ്റെ മേള, കൃഷി വകുപ്പിൻ്റെ മേള, പിന്നെ മിത്രാനികേതൻ, ശ്രീകാര്യം കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം, മരിച്ചീനി പപ്പടം, മരിച്ചീനി പുട്ടുപൊടി, അത് മിക്സ്ചർ, മരിച്ചീനി കൊണ്ട് മിക്സ്ചർ, പക്കാവട, മരിച്ചീനി കൊണ്ട് തന്നെ 150ഓളം പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി തരും. അതും ഒരു വലിയ ഉപകാരമാണ്. ഇപ്പം ഓൺലൈനിൻ്റെ കാലമാണല്ലോ. ആമസോണിൽ ചെയ്യണുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ കൂടുതൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ 2 യൂണിറ്റുകളും ചേർന്നുകൊണ്ട് കോമൺ ആയിട്ട് ആയുർ ഇന്ത്യ ഓർഗാനിക് എന്നുള്ള പേരിലാണ് അവരുടെ ബ്രാൻഡിങ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ പഞ്ചായത്തിലും ഓരോ സംരംഭം ആരംഭിക്കുകയും അതെല്ലാം കൂടി നമ്മളൊരു ഒറ്റ ബ്രാൻഡിൻ്റെ കീഴിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള രീതിയിലുള്ള ബ്രാൻഡ് ചെയ്യുന്നത്, ആൾക്കാർക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി നമുക്ക് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്താൽ മാത്രമേ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കോമൺ ബ്രാൻഡിങ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. കോമൺ ബ്രാൻഡിങ് പ്രായോഗികമായി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുന്ന സമയത്ത് നല്ല രീതിയിൽ എക്സ്പോർട്ട് പൊട്ടൻഷ്യലുള്ള യൂണിറ്റുകളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. PMFME ലോൺ കിട്ടിയതോടുകൂടി നമുക്ക് കൂടുതൽ മെഷീനറീസ് എടുക്കുകയും സാധനങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് വിപണനം കണ്ടെത്തി സാധനങ്ങൾ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യൂണിറ്റുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മെഷീൻ്റെ പ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളും മനസ്സിലാക്കാം. സംരംഭകരെ സഹായിക്കുന്നതിന് വേണ്ടി, അതായത് അവരെ ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അതാത് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെ നേരിട്ട് സമീപിക്കുകയോ അതല്ല അവരുടെ ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സണിൻ്റെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രോജക്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെ ഈ ഡിസ്ട്രിക്ട് റിസോഴ്സ് പേഴ്സൺ വഴി നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ലഭ്യമാണ്.
അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു യൂണിറ്റിനെ നിങ്ങൾ നേരിട്ട് വിസിറ്റ് ചെയ്യുക. അപ്പോൾ സംരംഭകരോട് ചോദിച്ച് തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനുശേഷം ലോണിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം കൂടി ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് തികച്ചും വ്യത്യസ്തമായ യൂണിറ്റാണ്. PMFME സ്കീം പ്രകാരം തുടങ്ങിയ ഒരു മഷ്റൂം പ്രൊഡക്ഷൻ ആൻഡ് അതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ്. മഷ്റൂമിൻ്റെ കൾട്ടിവേഷൻ ഉണ്ട്, കൂടാതെ മഷ്റൂം ഡ്രൈ പൗഡർ, മഷ്റൂം പിക്കിൾസ്, ഡ്രൈഡ് മഷ്റൂം, അങ്ങനെ ഒരു വ്യത്യസ്ത വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയർ, നമ്മുടെ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഫ്രീസർ, അങ്ങനെയുള്ള ഓട്ടോക്ലേവ്, അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നതിനാണ് PMFME സ്കീം പ്രകാരം ലോൺ കൊടുത്തത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്ത് ഡോക്ടർ രാഹുലാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. കൈലാസ് ഓയിസ്റ്റർ മഷ്റൂം എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ കൂൺ കൃഷിയിലേക്ക് വരുന്നത്. 2023 ഞാൻ ആദ്യമായിട്ട് ചെറിയൊരു രീതിയിൽ കൂൺ കൃഷി ചെയ്തു. അപ്പോൾ അതിനുശേഷം വിപുലീകരിച്ചാണ് ഇത് PMFME സ്കീം പ്രകാരം ഇത് തുടങ്ങിയത്. പദ്ധതി ഒരു മെസ്സേജ് വഴി അറിയാൻ കഴിഞ്ഞു. PMFME സ്കീം, പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് എൻ്റർപ്രൈസസ് സ്കീം, ഇത് അങ്ങനെ അറിയാൻ കഴിഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്രം വെള്ളയമ്പലത്തുള്ള, തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു. റിസോഴ്സ് പേഴ്സണായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ സാറ് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാം വളരെ ഫ്രണ്ടിനെ പോലെ തന്നെ വളരെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊട്ടേഷൻ വാങ്ങി നൽകിയത്. അപ്പോൾ സാറ് സൗജന്യമായി തന്നെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നൽകുകയും അത് ബാങ്കിൽ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ലോൺ സാങ്ഷൻ ആയത്. ₹10 ലക്ഷം PMFME സ്കീം പ്രകാരം ലോൺ എടുത്തുകൊണ്ടാണ് ഡോക്ടർ രാഹുൽ തൻ്റെ സംരംഭം വിപുലീകരിച്ചത്. അതുപ്രകാരം ട്രയർ ഉപയോഗിച്ച് മഷ്റൂമിൻ്റെ സൂപ്പ് ഓർഡർ ചെയ്യുന്നുണ്ട്, കൂടാതെ തന്നെ മഷ്റൂം പിക്കിൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഒട്ടനവധി വാല്യൂ ആയിട്ട് പ്രോഡക്ട്സ് മഷ്റൂമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്നതിന് വേണ്ടി കൂടുതൽ മെഷീനറീസ് വരുന്നുണ്ട്. ഇപ്പോൾ PMFME സ്കീം തന്നെ ഇപ്പോൾ 2027 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള യുവ കർഷകർക്ക് അല്ലെങ്കിൽ ഇത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സബ്സിഡികളും എല്ലാം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 35% സബ്സിഡി ലഭിക്കുന്നുണ്ട് ഈ സ്കീമിൽ. 70:30 ആണ് ഇതിൻ്റെ. 70% മെഷീനറിക്കാണ് നൽകുന്നത്, 30% ഇൻഫ്രാസ്ട്രക്ചറിനാണ്. അപ്പോൾ വളരെയധികം നല്ലതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ കുറഞ്ഞതാണ്, 9% വരുന്നുള്ളൂ. അതുപോലെ കൊളാട്രൽ സെക്യൂരിറ്റി വരുന്നില്ല. മെഷീൻസാണ് ഇതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ബാങ്ക് കണക്കാക്കുന്നത്. PMFME സ്കീം തന്നെ AIF-ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ലിങ്ക് ചെയ്യുമ്പോൾ ഇത് 9% ഇൻട്രസ്റ്റ് എന്നുള്ളത് 6% മാറുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം നല്ല സ്കീമാണ് കേന്ദ്ര സർക്കാരിൻ്റെ PMFME സ്കീം. ചിപ്പിക്കൂണാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്, ചിപ്പിക്കൂൺ കൃഷി. അപ്പോൾ ഇത് മെയിനായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ, വെജിറ്റബിൾ സ്റ്റോർ എല്ലാം അടുത്തുള്ള കൊടുക്കാറുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ ഏരിയ, പിന്നെ ഓഫീസ്, ഇവിടെ കളക്ടറേറ്റ് അടുത്തുണ്ട്, അപ്പോൾ കളക്ടറേറ്റിലെ ഓഫീസിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഫ്ലാറ്റ് അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം വാങ്ങിക്കാറുണ്ട്. കുട്ടികളാണ് മെയിനായിട്ട് കഴിക്കുന്നത്. ഓർഗാനിക് ആയതുകൊണ്ടും കെമിക്കൽ ഫ്രീ ആയതുകൊണ്ടും എല്ലാം കുട്ടികൾക്ക് വളരെയധികം ടേസ്റ്റുള്ള ഭക്ഷണമാണ്. പ്രായമായവർക്കും കഴിക്കാൻ പറ്റും. ഡയബറ്റീസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല ആഹാരമാണ്. ഇതിന് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്, വിറ്റമിൻ D അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഈ PMFME സ്കീമിൽ തന്നെ പ്രോജക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി മെഷീൻസും എക്യുപ്മെൻസും വാങ്ങാൻ വേണ്ടിയാണ് ഈ ലോൺ സാങ്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഓട്ടോക്ലേവ്, ഗുണനിലവാരമുള്ള വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടി ഓട്ടോക്ലേവിൻ്റെ ആവശ്യകതയുണ്ട് മെഷീൻ. അതുപോലെ തന്നെ ടിഷ്യൂ കൾച്ചർ വഴി വിത്ത് ഉൽപ്പാദനത്തിന് വേണ്ടി ലാമിനാർ എയർ ഫ്ലോ ചേംബർ. പിന്നെ ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയ പിക്കിളിംഗ് ആണെങ്കിൽ ശരി, ഡ്രൈ മഷ്റൂം പൗഡർ പ്രൊഡക്ഷന് വേണ്ടി തന്നെ ഡ്രയറിൻ്റെ ആവശ്യകത വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ലോൺ വഴി അത് വാങ്ങാൻ കഴിയും.
അതും കൂടി വാങ്ങുമ്പോൾ കുറച്ചും കൂടി പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയും, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിച്ചു. ഈ PMFME സ്കീം പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു പദ്ധതിയാണ്. യുവജനതയെല്ലാം പുറത്തോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഉള്ള യുവജനങ്ങൾക്ക് ഇതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള ഈ PMFME സ്കീം വഴി ഇതിപ്പോൾ 2027 നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്കീമാണ്. സംരംഭകനാകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെടാം. നിങ്ങൾക്കുള്ള എല്ലാ സഹായവും ഇതുപോലെ റിസോഴ്സ് പേഴ്സൺസ് അവിടെ നിങ്ങളെ സഹായിക്കാൻ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഇപ്പോൾ നല്ലൊരു അവസരമാണ്. ഡോക്ടർ രാഹുലിനെ പോലെയുള്ള യുവ സംരംഭകരെ മാതൃകയാക്കിക്കൊണ്ട് PMFME സ്കീം പ്രകാരം നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ തുടങ്ങാനുള്ള അവസരമുണ്ട്. എല്ലാവരും ഈ PMFME സ്കീമിൻ്റെ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക. പുതുതായി സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർ അതാത് ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ PMFME സ്കീം പ്രകാരം ലോൺ ലഭ്യമാകുന്നതിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുന്നതാണ്. പരമാവധി ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. PMFME സ്കീം പ്രകാരം ലോണെടുത്ത് സംരംഭം ആരംഭിച്ച വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. ഇതുപോലെ തന്നെ കേരളം ഒട്ടാകെ ആയിരക്കണക്കിന് യൂണിറ്റുകൾ ഈ സ്കീം പ്രകാരം സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലൊരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്കീം പ്രകാരം ലോണെടുത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിറ്റ് നേരിട്ട് കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടായതിനു ശേഷം സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വിജയകരമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാ സംരംഭകർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.